ഫ്രണ്ടിൻ്റെ വാപ്പ വീഴാണ്, നിലത്ത് വീണ് കിടക്കുമ്പോൾ ആ 10-40 പേര് ആൾക്കാരും വടിയെടുത്ത് അടിക്കാനുണ്ടായത്. ഇത് പോലീസും പാടെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. തുർക്കി സുബി പറയുന്ന ഒരാളുണ്ട്. ആള് പോലീസിന്റെ ലാത്തി വാങ്ങി അടിക്കുക. പ്രതികളാണ്. എന്താണെന്ന് വെച്ചാൽ ഈ SIൻ്റെ കൈയൊടിച്ച കേസിൽ തുർക്കി സുബൈർ, അതേപോലെ ഷാഹിദ് അലി, പിന്നെ പാക്കത്ത് യൂസ്, ഇവരൊക്കെ പ്രതികളാണ്. നിയാലിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇവൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഈ പോലീസുകാർ ചെന്ന് വീട്ടിലൊക്കെ പറയുന്നത്. ഇവളിത് അറിഞ്ഞിരുന്നില്ല. ആ തുണി കൊണ്ട് കൈ കെട്ടിയിട്ട് പിന്നെ പോലീസുകാരും തല്ലി, പോലീസുകാരൻ്റെ ലാത്തി ഓടിച്ചിട്ട് ഈ തുർക്കി സുബൈർ അറിയുന്ന ആളും തല്ലി. പിന്നെ ചോദിക്കാൻ ചെന്നവര് തച്ചു പോകണം, മർദ്ദിച്ചു പോകും പോലീസുകാർ. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും വന്നിട്ടുള്ള ഒരു വാർത്ത അത് നമ്മെ ഓരോരുത്തരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേരള പോലീസിന്റെ മർദ്ദനത്തിന്റെ കഥകൾ ഓരോന്നായി ഈ കഴിഞ്ഞ കാലങ്ങളിൽ അഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു പാലക്കാട് ജില്ലയിലെ അൽനെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ നിഹാദ് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിന്റെ പിതാവിനെ അതിമൃഗീയമായിട്ടുള്ള രീതിയിൽ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ സഹോദരനെ വലിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുന്നതും കണ്ടിട്ട് സഹിക്കവയ്യാതെ ഓടിയെത്തിയതാണ് നിഹാദ്. എന്നാൽ ആ നിഹാദിനെ പോലീസും അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങളും ചേർന്നുകൊണ്ട് മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സംഭവത്തിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇന്ന് നമുക്ക് മുന്നിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വെളിപ്പെടുത്തുകയാണ്. നിഹാദിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നിഹാദിന്റെ കുടുംബവും ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താണ് അന്ന് ഉണ്ടായ സംഭവം? ഇവിടെ ഒരു വലിയ സംഘർഷത്തിലേക്ക് എത്താനുണ്ടായ ഒരു കാര്യം എന്താണ്? ഞാൻ ഫ്രണ്ട്സ് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ സംഘർഷം ഉണ്ടായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞാൻ അവിടെ റോഡ് സൈഡിൽ ഇറങ്ങി വണ്ടി നിർത്തി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഫ്രണ്ടിൻ്റെ ഏട്ടനും കുറച്ച് അവൻ്റെ ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ഒരു 30-40 പേരടങ്ങുന്ന ആൾക്കാർ വടി മുടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ റോഡ് സൈഡിൽ പോയി നിൽക്കുമ്പോൾ പിന്നെ പോലീസ് അങ്ങോട്ട് വരുന്നുണ്ടായത്. ഇവിടെ എന്തോ അതിൻ്റെ മുമ്പ് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസ് വരുമ്പോൾ തന്നെ 2-3 ആൾക്കാർ അവരെ തന്നിട്ട് അവർ MDMA ആണ്, കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞ് പോലീസിനെ കൂട്ടി വരുന്നതും, പിന്നെ പോലീസുകാർ വന്നിട്ട് ഇവിടെ നിൽക്കണ 5 പേരെയും പിടിച്ചെടുത്ത് ലാത്തി കൊണ്ട് അടിക്കണേയും, ഈ പോലീസിൻ്റെ ലാത്തി പഠിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള നാട്ടുകാരും 30-40 പേര് പറഞ്ഞ ആൾക്കാരും അടിക്കണേണ് സംഭവം ഉണ്ടായത്. അതാണ് ഞാൻ കണ്ടത്. ഇങ്ങനെ അടിക്കണതിൽ ഈ പോലീസുകാർ ഈ 4-5 ആൾക്കാരെ പിടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിടിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഫ്രണ്ടിൻ്റെ വാപ്പ വീഴാണ്, നിലത്ത് വീണ് കിടക്കുമ്പോൾ ആ 10-40 പേര് ആൾക്കാരും വടിയെടുത്ത് അടിക്കാനുണ്ടായത്. 40 പേരടങ്ങുന്ന ഒരു സംഘം ഈ താഴ്ത്തു വീണ ആളെ നല്ല മർദ്ദിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അവരുടെ ചെറിയ മകൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയ മകൻ എന്നിട്ട് വാപ്പനെ അടിക്കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവനെയും പോലീസുകാരോട് പറഞ്ഞിട്ട് അവന് MDMA ആണ്, കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ അതുണ്ട്, കത്തിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ചു കൊടുത്തിട്ട് അവനെ അടിക്കുന്നുണ്ടായത്. നിങ്ങൾ ഈ MDMA ആണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഇതിനു മുൻപ് അങ്ങനെ ഏതെങ്കിലും കേസിലോ കാര്യങ്ങളോ നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല. എനിക്ക് നല്ല അറിയണ എൻ്റെ ഒപ്പം നടക്കണ പയ്യനാണ് ഓൻ ഒരിക്കലും അങ്ങനെ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ആളാണ്. ഓന് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവര് ഈ രീതിയിലുള്ള ഒരു പരിപാടി അറിയില്ല. ഇനി എനിക്കറിയില്ല മുമ്പ് വ്യക്തിരാക്കി അങ്ങനെ എന്തുകൊണ്ടല്ലോ അറിയില്ല. ഓല് ആ ടൈമിൽ MDMA ആണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓല് തല്ലു തുടങ്ങി. പക്ഷേ ഇവരെ ഒരിക്കലും അത് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവിടുന്ന് ആരെയൊക്കെയാണ് അതിനുശേഷം പിടിച്ചോണ്ട് പോയത് പോലീസ്? ഇവിടുന്ന് പിടിച്ചോണ്ട് പോയത് അവരുടെ ഉപ്പയാണ് പിടിച്ചോണ്ട് പോയത്. നിലത്ത് വീണ് നടത്തുന്ന ആളെ മാത്രമാണ് പിടിച്ചോണ്ട് പോയത്. ആള് ഈ തല്ലിൽ ഒരാളെ പോലും തല്ലിനെ ഞാൻ കണ്ടിട്ടില്ല. ആള് തച്ചിട്ടുമില്ല. നിങ്ങൾ ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു? തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയം വരെ അദ്ദേഹം ആരെയും മർദ്ദിച്ചിട്ടില്ല? ഇല്ല, മർദ്ദിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു? അത് ചോദ്യം ചെയ്യാൻ അതറിയില്ല. എന്തിനാ പിടിച്ചോണ്ടത് അറിയില്ല. കാരണം അദ്ദേഹം നിലത്ത് വീണ് കിടക്കണം. അദ്ദേഹത്തിന് ഒരാളെ തല്ലാനും കൂടി ഗ്യാപ്പില്ല. അങ്ങനെ ഒരു 10-30 ആൾക്കാർ ഒരാൾ വന്ന് തല്ലുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യാം? ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ നിങ്ങളെ മർദ്ദിച്ച ആളുകൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. ഇല്ലെന്നാണ് എൻ്റെ ഒരു ഒരുപാട്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ക്രൂരമായിട്ടുള്ള മർദ്ദനം നടത്തി, അതിനുശേഷം പോലീസ് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഏകദേശം 1 ദിവസത്തിന് ശേഷമാണ് പോലീസ് FIR ഇടുന്നത്. അതിൽ എന്തെങ്കിലും ദുരൂഹതകൾ നിങ്ങൾ കാണുന്നുണ്ടോ? അത് എന്താ ഒരു രാഷ്ട്രീയപരമായിട്ട് പിന്നെ ഒരു നീക്കാണ്. അത് ഫുള്ള് റഷീദ് പറഞ്ഞ ഒരാള്
കളിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ആരാണ്? ആലാൻ റഷീദ്. അലാൻ റഷീദ്. അപ്പോൾ അദ്ദേഹം ഇതിൽ എന്ത് കളിയാണ് നടത്തുന്നത്? അത് ഇപ്പാനോട്ട് എൻ്റെ ഇപ്പാണ് ഇപ്പോൾ കൊണ്ടുപോയത്. അപ്പോൾ ഇപ്പാനോട്ട് പറ്റിയ വൈരാഗ്യം ഉണ്ട് എന്ന് തോന്നുന്നു. അതിൻ്റെ പേരിലാണ് ഇതുണ്ടായത്. വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിലാണ് പിടിച്ചുകൊണ്ട് പോയത്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് ഈ റഷീദ് എന്ന് പറയുന്ന ആളുടെ? ആള് പാർട്ടിയിലെന്തോ മെയിനാണ്. ഏത് പാർട്ടിയിലെ ആളാണ്? മുസ്ലിം ലീഗിന്റെ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ രീതിയിലുള്ള ഒരു പോലീസും കൂടി ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ പിതാവിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ ചോദിക്കാൻ ചെന്നവര് തച്ചു പോകണം, മർദ്ദിച്ചു പോകും പോലീസുകാര്. ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കാൻ ചെന്നപ്പോൾ അവരെയും പോലീസുകാർ മർദ്ദിച്ചു. ഇപ്പൊ നിലവിൽ നിങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് MDMA ആണ് എന്നുള്ള ഒരിതാണ്. ആ രീതിയിൽ നിങ്ങൾ MDMA ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല, ഇതുവരെ അങ്ങനെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഒരു മുന്നിലേക്ക് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ എന്ത് ടെസ്റ്റുകൾക്കും തയ്യാറാണെന്നുള്ള തരത്തിൽ തന്നെ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തെ മുന്നോട്ട് എങ്ങനെയാണ് കാണുന്നത്? ഇത് എന്ത് നിലപാടെടുക്കാൻ നമ്മൾ തയ്യാറാണ്. ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ. ഈ ഒരു മർദ്ദനം ഇവിടെ വന്നതിന് ശേഷം രാഷ്ട്രീയപരമായിട്ടുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളെ ഈ രീതിയിൽ ഒരു കേസിൽ പെടുത്തിയിട്ടുള്ളത്. ഈ കള്ളക്കേസാണെന്ന് നിങ്ങൾ ആരോപിക്കുന്നു. ഇതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പൊതുജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യകത നിങ്ങൾക്ക് മുന്നിലുണ്ട്. എല്ലാവരും ഞങ്ങള് ഇപ്പോ ആ കണ്ണിലൂടെയാണ് കാണുന്നത്. നിങ്ങളെ ആ ഒരു കണ്ണിലൂടെയാണ് കാണുന്നത്. അത് അവര് ഞങ്ങളോട് മാപ്പ് പറയണം. അതാണ് നിങ്ങളുടെ ആവശ്യം. അതിനുശേഷം പോലീസ് നിങ്ങളുടെയൊക്കെ വീടുകളിലേക്കൊക്കെ വന്നുകൊണ്ട് വലിയ ഭീഷണികളൊക്കെ മുഴക്കിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിലെന്തായാലും യാഥാർത്ഥ്യമാണ്. എന്റെ കാക്കൂനാണ് തരണീനെ. എന്റെ കാക്കൂനെ കാണണം, കണ്ടിട്ടില്ലെങ്കിൽ അന്നെ കൊണ്ടുപോകും, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പോലീസുകാർ വന്നത്. നിങ്ങളുടെ വീട്ടിൽ വന്നു. പിന്നീട് അതിനുശേഷം ഈ രാഷ്ട്രീയക്കാർ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ല. ഇപ്പോ നിലവിലത്തെ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്താണ്? ഇപ്പ ജയിലിലാണ്. ഇപ്പോൾ ഏട്ടന് ജാമ്യം കിട്ടി ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ അനിയനാണിത്. ഓനിക്ക് അടി കിട്ടിക്കും. നന്നായിട്ട് ബുദ്ധിമുട്ടിലാണ്. നിങ്ങളുടെ വീട്ടിലും ആകെ ബുദ്ധിമുട്ടിലാണല്ലോ. മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഉണ്ട്. ഇപ്പോൾ ഈ അതിനുശേഷം ഇവിടെ നിങ്ങളുടെ വാഹനങ്ങളൊക്കെ തല്ലി തകർത്തു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇവിടെ കിടന്നിട്ടുള്ള ഈ കാർ വാഷിൽ കിടന്നിട്ടുള്ള വാഹനങ്ങൾ? അത് ഫ്രണ്ടിന്റെ കാറാണ്. അത് വന്ന് തല്ലി തകർത്ത് വന്ന് തച്ചു പൊളിച്ചിട്ട് ആകെ സീനായി. അതാണ്. നിങ്ങളെ ഇവിടെ വന്ന് മർദ്ദിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന സംഘങ്ങളിൽ പ്രധാനപ്പെട്ട ആരൊക്കെ നിങ്ങൾക്ക് അറിയാം? പാക്കത്ത് യൂസ്. പിന്നെ ആരാണ് ഉണ്ടായിരുന്നത്? പിന്നെ തുർക്കി സുബി പറയുന്ന ഒരാളുണ്ട്. ആള് പോലീസിന്റെ ലാത്തി വാങ്ങി അടിക്കുന്നു. പിന്നെ വേറെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? വേറെ കുറെ ആളുകളുണ്ട്. ആരെ കണ്ടിട്ടില്ല. പോലെ അടിച്ചു പോയി. കൂട്ടത്തല്ലായിരുന്നു. 40 ആൾക്കാർ കൂടി. കണ്ടാലറിയാം. അവരെല്ലാം ഈ നാട്ടുകാർ തന്നെയാണ്? ഈ നാട്ടുകാർ തന്നെ. മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു വാപ്പാനോട്ട്. അതൊക്കെ വെച്ചിട്ടാണ് വാപ്പാനെ 2ാം പ്രതി ആക്കിയത്. വാപ്പ ഇതിലൊന്നിനുമില്ല. ശരിക്കും നിങ്ങളുടെ പിതാവ് ഇവിടെ എന്തിനു നിങ്ങളെ തല്ലുന്നത് കണ്ടുകൊണ്ട്? വലിയ ബ്രദറിനെ തല്ലുന്നെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ വാപ്പ വന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ അടി കഴിഞ്ഞിരുന്നു. ഫസ്റ്റത്തെ അടി പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വാപ്പ വരുന്നത്. വാപ്പ വന്നിട്ട് അപ്പോൾ ഒത്തുതീർപ്പായ ഇതായിരുന്നു. പിന്നെ പോലീസിനെ ഇവർ വിളിച്ചിരുത്തി, ഈ എതിർ നിൽക്കുന്ന ആൾക്കാർ. അതിൽ പോലീസ് വന്ന് കഴിഞ്ഞിട്ട് വാപ്പാനെ തല്ലിണ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. ഞാൻ അവിടെ ഫുഡ് കഴിച്ചാൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ വാപ്പാനെ തല്ലിണ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ തുർക്കി സുബൈർ അറിയുന്ന ആൾ ഞാൻ MDM ആണ്, എൻ്റെ അരിയിൽ കത്തിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസിന് പിടിച്ചു കൊടുക്കുന്നത്. ശരിക്കും നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ കത്തി പോയിട്ട് ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ MDM ആന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാരോട് പറഞ്ഞിട്ട് ഞാൻ തുണിയാണ് എടുത്തിരുന്നത്. ആ തുണി കൊണ്ട് കൈ കെട്ടിയിട്ട് പിന്നെ പോലീസുകാരും തല്ലി. പോലീസുകാരൻ്റെ ലാത്തി ഓടിച്ചിട്ട് ഈ തുർക്കി സുബൈർ അറിയുന്ന ആളും തല്ലി. അതിന് പുറമെ ഈ പാക്കത്ത് യൂസ് അല്ല, മറ്റേ സായിദ് അലി, അതേപോലെ മറ്റേ സാദിഖ് അലി, ഇവരൊക്കെ എന്നെ തല്ലിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളെ ഇവിടെ നഗ്നനാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്? അതെ, ഞാൻ തുണി കെട്ടിന്ന് പിന്നെ എൻ്റെ ട്രൗസർമയാണ് ജീപ്പ് കയറ്റിയതാണ് പോലീസുകാർ. ഞാൻ അതിനൊന്നിനുമില്ല. അപ്പോൾ പിന്നെ വാപ്പാനെ തല്ലുമ്പോൾ ഇവിടെ ആരും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ജീപ്പിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ
രണ്ടാം പ്രതിയോ മൂന്നാം പ്രതിയോ ആയിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ പിതാവിനെ തല്ലുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയത് കൊണ്ട് മാത്രം ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പാപ്പാനെ പോലെ ജയിലിൽ കടന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് അവസ്ഥ കൊണ്ടാണ്. വീട്ടിൽ പാപ്പല്ല, പിന്നെ ബ്രദർ ഇങ്ങനെ ഒളിവിലായിരുന്നു. പിന്നെ നടുവത്തെ ബ്രദറിന് സുഖമില്ലായിട്ട് ഓന് വീട്ടിലൊക്കെ നല്ല നോക്കിയിട്ടാണ് ഓനെ വർക്കിന് വിടൽ. പിന്നെ ഞാനും എൻ്റെ നടുവത്തെ ബ്രദറും മാത്രമേ ഉള്ളൂ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ കുറച്ച് ദിവസം എനിക്ക് കയ്യിന് നല്ല ഇതുണ്ടായിരുന്നു, ചതവുണ്ടായിരുന്നു. പിന്നെ കാലിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ കാട്ടിയതാണ്. പിന്നെ മുതുകിൽ മൊത്തം പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ ലാത്തി കൊണ്ട് അടിച്ചതിൻ്റെ. അതിനുശേഷം നിങ്ങളുടെ പിതാവിനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം പോലീസ് ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ച് അതിനുശേഷം പിറ്റേന്നാണ് FIR ഇടുന്നത്. FIR പിറ്റേ ദിവസമാണ് ഇടുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വാപ്പാക്ക് ഗുരുതര പരിക്കുണ്ടായിരുന്നു. ഇവരെന്താണെന്ന് വെച്ചാൽ ഈ അഡ്മിറ്റ് പോലും ചെയ്തില്ല. വാപ്പാക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല. അന്നത്തെ അത് ഡോക്ടറിനോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ റിസൾട്ട് വേഗം തരാൻ പറഞ്ഞിട്ട് വാപ്പാനെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. വാപ്പാക്ക് ഇപ്പോഴും ചോദിച്ചപ്പോൾ വാപ്പാക്ക് പ്രശ്നങ്ങളുണ്ട്, വേദനയും കാര്യങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് വാപ്പാക്ക്. പക്ഷേ ഇവര് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് റിമാൻഡിലിടുക ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ജാമ്യത്തിന് വേണ്ടി എത്ര തവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? ജാമ്യത്തിന് 2 തവണ ശ്രമിച്ചിട്ടുണ്ട്. ഇവരെന്താണെന്ന് വെച്ചാൽ വാപ്പ ഇതിനൊന്നിനുമില്ല. വാപ്പാക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഇവർ ചേർത്തിക്കണത്. പോലീസുംപാടെ ഒത്തുചേർന്നിട്ടാണ് ചേർത്തിക്കണത്. പിന്നെ നിയാലിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ വൈഫിൻ്റെ ഉമ്മാനോടും വാപ്പാനോടും പറഞ്ഞിരിക്കണത് വാപ്പാനെ മകൻ തല്ലി, മകൻ ഒളിവിലാണ്, വാപ്പ ജയിലിലും എന്നാണ് പറഞ്ഞിരിക്കണത്. പിന്നെ അതേപോലെ ഉമ്മാൻ്റെ വീട്ടിൽ ചെന്നിട്ട് കുറേ പറഞ്ഞിരിക്കണു. അമ്മായിൻ്റെ വീട്ടിലേക്കൊക്കെ ഞങ്ങൾ എത്ര മാനം കെടുത്താൻ പറ്റുമോ അത്രയൊക്കെ മാനം കെടുത്തിരിക്കുന്നു ഈ പോലീസ്. അതൊക്കെ പോലീസുകാർ തന്നെയാണോ ചെയ്തിട്ടുള്ളത്? പോലീസുകാരനെ ചെയ്തിരിക്കണത്. ആ പോലീസുകാരൻ്റെ പേരെന്താണ്? പോലീസുകാരനെ കണ്ടാലറിയാം. ഞാൻ പിന്നെ സ്റ്റേഷനിൽ പോയി നോക്കിയപ്പോൾ ആളെ കണ്ടില്ല. ആളെ പേര് ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. പിന്നെ ഉമ്മീറ്റും കണ്ടു, പേര് നോക്കിയതുമില്ല. കണ്ടാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു CI നിങ്ങളുടെ ഈ വിഷയത്തിൽ അമിതമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഹബീബുള്ള എന്ന് പറയുന്ന CI അടക്കം ചേർന്നുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരുമായിട്ട് ചേർന്നുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഈ രീതിയിലുള്ള ഒരു നടപടിക്ക് ശ്രമിച്ചിട്ടുള്ളത്. ഇതിലെ രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണോ ഇതിലുള്ളത്? അത് രാഷ്ട്രീയപരമായിട്ടാണെന്നുണ്ടെങ്കിൽ വാപ്പാന് ഇവർക്ക് അന്നത്തെ ഒരു വൈരാഗ്യമുണ്ട്, അതിൻ്റെ പേരിലാണ്. പിന്നെ വാപ്പാൻ്റെ മകനാണല്ലോ ഞാനും നിയാസും. നിയാസിനെ കിട്ടിയില്ല, അതായത് നടുവത്തെ ബ്രദറിനെ കിട്ടിയില്ല. വലിയ ബ്രദർ അപ്പോൾ പോയി. പിന്നെ എന്നെ കിട്ടിയപ്പോൾ ഞാൻ MDMA എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് യൂസ് ചെയ്യുക പോലും ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയമുണ്ടോ? എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ നല്ല രീതിക്ക് നീതിൻ്റെ വശത്തിൽ നിൽക്കുന്ന ആളാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്കോ? അവർക്കും ഇല്ല എന്നാണ്. വാപ്പ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, പക്ഷേ എല്ലാവർക്കും വോട്ട് ചെയ്യും. ആരാ നീതിക്കനുസരിച്ച് ആരാ നല്ലതെന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യും വാപ്പ. ഓക്കെ. ഇപ്പോൾ നിലവിലത്തെ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്താണ്? വീട്ടിലെ അവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ വർക്കിന് പോയിട്ട് ആകെ 2 ആഴ്ച ആയിട്ടുള്ളൂ. പിന്നെ ബ്രദറാണ് കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്ക് JCB പണിയാണ്, അവന് ഇടയ്ക്കുള്ള ഉണ്ടാവല്. ആ ചിലവിലാണ് ഞങ്ങളിപ്പോൾ കഴിയണത്. പിന്നെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വൈഫൊക്കെ പാടെ കൂടിയിട്ടാണ് പച്ചക്കറി കാര്യങ്ങളൊക്കെ വീട്ടിൽ കൂടുന്നവരിൽ. ഇവർക്ക് ഇതൊന്നും അറിയണ്ട. ഇവർ വാപ്പാനെ ജാമ്യം കിട്ടാത്ത വകുപ്പൊക്കെയാണ് ചേർത്തിക്കണത്. നിങ്ങളുടെ പിതാവിന് എന്താണ് ജോലി ബീഫ് കടയിലാണ്. ബീഫ് കടയിൽ ഇറച്ചി വെട്ടുന്ന ജോലിയാണ്? അതെ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അത്താണി തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. മറ്റേ നിയാലിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇവൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഇവർ ഈ പോലീസുകാർ ചെന്ന് വീട്ടിലൊക്കെ പറയണത്. ഇവളും ഇത് അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് ഇങ്ങനെ വാപ്പാനെ തല്ലി, വാപ്പ ജയിലിലാണ്, അതേപോലെ മകൻ ഒളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ടെൻഷനായിട്ട് ഉണ്ടായിരുന്നത്. അവരൊക്കെ നിങ്ങളെ ബന്ധപ്പെട്ടു. പിന്നെയാണ് ബന്ധപ്പെട്ടത്. എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ നിലവിൽ നിങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസ് പിറ്റേ ദിവസം വന്നിരുന്നു. എന്നാൽ ഇവർ MDMA എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇവർ കാണും ചെയ്തു. അപ്പോൾ ഇവർ നല്ല ടെൻഷനാവും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ നിയാലിൻ്റെ വൈഫിന് ഉറപ്പുണ്ടായിരുന്നു നിയാലിങ്ങനെ ചെയ്യൂലെന്ന്. അപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ഫിറോസിൻ്റെ മക്കളും പിന്നെ ഫിറോസ് MDM വിൽക്കുന്നുണ്ട്, MDMൻ്റെ മാഫിയ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ നാട്ടുകാർ. ഇമ്മ മദ്രസയിലെ ടീച്ചറാണ്.
ടീച്ചർ പറഞ്ഞ ഇമ്മ ഈ കാരണത്താൽ ഇമ്മാക്കും അറിയാം ഇങ്ങനെ ചെയ്യൂലാന്ന്. ഈ കാരണത്താൽ ഇമ്മ ഒരാഴ്ച മദ്രസക്ക് പോയിരുന്നില്ല. അപ്പോൾ നിലവിൽ നിങ്ങളുടെ കുടുംബം നാട്ടിൽ മുഴുവൻ മാനം കെട്ട ഒരു രീതിയിലേക്ക് ഇവർ മാറ്റി. MDM ആണ്, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര മാനം കെടുത്താൻ പറ്റും അത്രയും കെടുത്തിരിക്കുന്നു. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡി മർദ്ദന വിഷയങ്ങൾ ഓരോ ദിവസം വരുംതോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പുതിയൊരു അധ്യായം കൂടിയാവും നിങ്ങളുടെ ഈ ഒരു അവസ്ഥ. അതെ, ഇത് പോലീസും പാടെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു 5 ആൾ കൂടിക്കഴിഞ്ഞാൽ പോലീസിന് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അടിക്കേണ്ട ആവശ്യം എവിടെയില്ല. അത് പോലീസുകാരോട് ചോദിച്ചപ്പോൾ തന്നെ പോലീസുകാർ പറഞ്ഞത് അതാണ്. പക്ഷെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് പോലീസ് മാത്രമല്ല അടിക്കണത്, ഇതിൽ ലാത്തി മേടിച്ചിട്ട് പോലീസിൻ്റെ ലാത്തി മേടിച്ചിട്ട് ഈ തുർക്കി സുബൈർ അടിക്കണുണ്ട്. അതേപോലെ ഷാഹിദ് അലി, ഇത് സാദിഖ് അലി, കരിമ്പ ഷൗക്കത്ത്, ഇവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്നെ വടിയും കൊണ്ടും കമ്പിയും കൊണ്ടൊക്കെ അടിക്കുകയാണ്. ഇവരെ എതിരെ ഒരു നടപടി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവര് ഇവിടെ മറ്റേതെങ്കിലും കേസുകളിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ പ്രതികളാണ്. എന്താണെന്ന് വെച്ചാൽ ഈ SIൻ്റെ കൈയൊടിച്ച കേസിൽ തുർക്കി സുബൈർ, അതേപോലെ ഷാഹിദ് അലി, പിന്നെ പാക്കത്ത് യൂസ്, ഇവരൊക്കെ പ്രതികളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സാഹചര്യം നോക്കുമ്പോൾ ഇതിൽ മുസ്ലിം ലീഗിൻ്റെ ആളുകളാണ് ഇതിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് രാഷ്ട്രീയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ട് നിങ്ങളെ ഈ നാട്ടിൽ നിന്നും ഒറ്റപ്പെടുത്താനുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കുകയാണോ? അതെ, ഈ മുസ്ലിം ലീഗിൽ എല്ലാവരും ഇല്ല. ഈ ആലായം റഷീദ് പറഞ്ഞ ആള്, ആലായം റഷീദ് എന്താണെന്ന് വെച്ചാൽ ഈ ഞങ്ങൾ അയാളെ ഫേസ്ബുക്കിൽ പേജിലും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ MDM ആണ്, MDMൻ്റെ മാഫിയ തന്നെ ഞങ്ങളടുത്തുണ്ട് എന്നാണ് ആൾ പറഞ്ഞിട്ടില്ലേ. ഞാൻ മുസ്ലിം ലീഗിനെതിരല്ല, പക്ഷേ ഈ ആലായം റഷീദ് മുസ്ലിം ലീഗിനെ തന്നെ ഇല്ലാതാക്കുകയാണ്. ഈ നാട്ടിൽ അവരെല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ കൂടിയാണ്, മുസ്ലിം ലീഗിൻ്റെ അംഗം കൂടിയാണ് ഇതിൽ പെട്ടവരൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു നീതി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ലഭ്യമാക്കുക എന്നുള്ളതാണല്ലേ? അതെ, ഞങ്ങളെ കുടുംബത്തിന് നീതി വേണം. ഇതിൽ തെറ്റ് ചെയ്തത് എൻ്റെ വാപ്പയായാലും എൻ്റെ ബ്രദറായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായാലും അവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടണം. തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ നിലപാടല്ലേ? അതെ, തെറ്റ് ആരുടെ ഭാഗത്താണോ അവർ ശിക്ഷിക്കപ്പെടണം.